ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നാട്ടിൽ ഞാൻ എപ്പോഴും അമ്മയെ വിളിക്കാറുള്ള അപ്പോൾ അമ്മ പറയാനുള്ള കാര്യമാണ്. നാട്ടിൽ ഭയങ്കര മഴയാണ്, അച്ഛനൊക്കെ ജോലിയില്ല ഒരാഴ്ചയായിട്ട് മഴ കാരണം. അച്ഛനൊരു മേൽശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് 1 വീക്കായിട്ട് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട്, മഴയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ഞാനിപ്പോൾ തെലങ്കാനയിലാണെന്ന് എൻ്റെ കുറേ വീഡിയോസ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്, ഫുൾ വെയിലാണ്. ഒരു മഴയ്ക്ക് വേണ്ടി ഇവിടെ ഉള്ളവരെല്ലാം കാത്തിരിക്കുകയാണ്. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ്, നമുക്ക് റൂമിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അത്ര അവസ്ഥയാണ്. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ടൈമിലുള്ള ആ ഒരു വെയിൽ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതേ നമുക്ക് വൈകിട്ടത്തേക്കുള്ള ആ വെയിൽ കാണാനായിട്ട് പോവുകയാണ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന ടെറസിൽ നിന്നാലാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ ഡോക്ടറിന് താമസിക്കാനുള്ള റൂംസൊക്കെയാണ് കേട്ടോ. അത് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം ഇടാവേ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെ തിരക്ക് പേഷ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയും ഇവിടെ മഴ തുടങ്ങാനുള്ള ടൈമാണ് ജൂൺ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് മഴ തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ നമുക്ക് മുകളിലേക്ക് പോവാം. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. വെന്ത് പൊള്ളിപ്പോകുന്ന അവസ്ഥയാണ്. നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടാൽ ഒരു 2 മിനിറ്റിനുള്ളിൽ എങ്ങനെ പോയാലും ഉണങ്ങി കിട്ടുമെന്നുള്ളതാണ്. പേഷ്യൻസ് പോലും ഹോസ്പിറ്റലിൽ വരാറില്ല. കാരണം തിരക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയും, വെയിൽ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ്. അതേപടി വെയിലാണ്. നമ്മൾ താണ്ട് ഇവിടെയാണ് തുണിയൊക്കെ കഴുകി വിരിക്കുന്നത്. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലത്തെ അവസ്ഥയാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാണുന്നത് മലയാണ് കേട്ടോ, വലിയ മലയാണ് കേട്ടോ. അപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നല്ല കാറ്റുണ്ട്. വൈകുന്നേരം ടൈമിലും പിന്നെ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. മാരേജൊക്കെ ഇങ്ങനെ നടത്താറുണ്ട് അവിടെ. അപ്പം അവിടെ ആ ഒരു സ്ഥലമാണ് അവിടെ താഴെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് കമൻറ്റ്